എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവർത്തനത്തിനായി ബാറ്ററി സഹിതം ഒരു ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് ഗാർഹിക വയറിംഗുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ്. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 1. ഇൻസ്റ്റാൾ ചെയ്യുവാൻ ശരിയായ റേറ്റിംഗിലുള്ള ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുവാൻ. 2. വീട്ടിൽ ഇൻവെർട്ടറിന് വേണ്ടി ഒരു അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുവാൻ. 3. ബാറ്ററിയുടെ കൃത്യമായ റേറ്റിംഗും ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്ഥലവും തിരഞ്ഞെടുക്കുവാൻ. 4. ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് ലോഡുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുവാൻ. 5. സപ്ലൈ മെയിൻസിന്റെ ഓൺ ഓഫിന്മേൽ ഇൻവെർട്ടറിന്റെ നല്ല പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുവാൻ ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും എക്യുപ്മെന്റും ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1, പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീൻ 6mm 1, 6mm സ്റ്റാർ ഹെഡ് സ്ക്രൂ ഡ്രൈവർ സെറ്റ് 1, നമ്പർ 8 റോൾ ജമ്പർ 1, 150mm കോമ്പിനേഷൻ പ്ലെയർ 1, 6mm മുതൽ 25mm വരെയുള്ള ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ് 1, 0.75 കിലോഗ്രാമിന്റെ ബോൾ പെയിൻ ഹാമർ 1, 250 volts by 10 ആംപിയറുടെ സിംഗിൾ ഫേസ് എനർജി മീറ്റർ 1, 250 volts by 6 ആംപിയറുടെ മൾട്ടി പിൻ സോക്കറ്റ് 3x5 1, 800 volts ampere by 250 volts inverter 1, 12 watts by 120 ampere hour in the battery 1, 10 ampere de 2 pole MCB 1, 1.5 mm de PVC copper 1/18 വയറുകൾ ആവശ്യാനുസരണം. 6 amperes in the single pole MCB തുടങ്ങി black and white auto wires. ഒരു ഇൻവെർട്ടറിന്റെയും ബാറ്ററിയുടെയും കപ്പാസിറ്റി എങ്ങനെ തിരഞ്ഞെടുക്കും? വരൂ, താഴെ കൊടുത്തിട്ടുള്ള ലോഡിന് വേണ്ടി ഒരു ഇൻവെർട്ടർ ഡിസൈൻ ചെയ്യണമെന്ന് സങ്കല്പിക്കാം. ടേബിൾ അനുസരിച്ച് ഇൻവെർട്ടർ AC പവർ സപ്ലൈ ചെയ്യേണ്ട മൊത്തം പവറാണ് 740 വാട്ട്. ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി വോൾട്ട് ആംപിയറിൽ കണക്കാക്കുവാനായി നമുക്ക് പവർ ഫാക്ടർ പരിഗണിക്കേണ്ടതുണ്ട്. വാട്ടിന്റെയും പവർ ഫാക്ടറിന്റെയും മൂല്യം 740ഉം 0.08 എന്ന നിലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നാൽ വീടുകൾക്ക് 0.8ന്റെ പവർ ഫാക്ടർ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നൽകിയിട്ടുള്ള ലോഡിന് VAയിൽ ഇൻവെർട്ടറിന്റെ വേണ്ടതായ പവറാണ് 925 വോൾട്ട് ആംപിയർ. അതുകൊണ്ട് 1000 വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ 1 kVയുടെ അടുത്ത റേഞ്ച് തിരഞ്ഞെടുക്കുക. വരൂ, ഡിസ്കസ് ചെയ്യാം ബാറ്ററി ബാക്കപ്പ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. നിങ്ങളുടെ പക്കൽ 120 Ah കപ്പാസിറ്റിയും 12 വാട്ടിന്റെ ഇൻപുട്ട് വോൾട്ടേജും 80% ഡിസ്ചാർജ് എഫിഷ്യൻസിയുമുള്ള ഒരു ഇൻവെർട്ടർ ബാറ്ററി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കപ്പ് ടൈം ഈക്വൽ ടു 120 into 12 into 0.8 by 740 equal to 1.54 മണിക്കൂർ. ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റ് അല്ലെങ്കിൽ 90 മിനിറ്റ്. പ്രൊസീജിയർ: ഗാർഹിക വയറിംഗിൽ കണക്ട് ചെയ്യുവാനായി ബാറ്ററി സഹിതം ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 1. വീട്ടിലെ മൊത്തം കണ്ടക്ട് ലോഡ് പരിഗണിച്ചുകൊണ്ട് ഇൻവെർട്ടറിന്റെ അനുയോജ്യമായ റേറ്റിംഗ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഫാൻ, ലാമ്പ് മുതലായവ. ഇൻവെർട്ടറിന്റെ റേറ്റിംഗ് ഇൻവെർട്ടർ കീയുടെ 60% കപ്പാസിറ്റി കവിയാൻ പാടില്ല. ഒരു 100 വാട്ട് ഇൻവെർട്ടറിന്റെ മൊത്തം ലോഡ് 60 വാട്ടിൽ കൂടുതലാകരുത്. സ്റ്റെപ്പ് 2. ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന നല്ല വെന്റിലേഷൻ ഉള്ള ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇൻവെർട്ടർ സ്ഥാപിക്കുന്ന സ്ഥലം ഡബിൾ പോൾ സ്വിച്ചിന്റെയും എനർജി മീറ്ററിന്റെയും പൊസിഷന്റെയും സമീപത്ത് ആകരുത്. സ്റ്റെപ്പ് 3. ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുവാൻ ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുക. അത് ഇൻവെർട്ടറിന്റെയും വെന്റിലേഷന്റെയും സമീപത്ത് ആയിരിക്കണം. സ്റ്റെപ്പ് 4. ഇൻവെർട്ടറും ബാറ്ററിയും പരസ്പരം അടുത്തായി ഇൻസ്റ്റാൾ ചെയ്യുക. ബാറ്ററി ഇൻവെർട്ടറിൽ നിന്ന് അകലെയായി വെക്കരുത്. അത് ഇൻവെർട്ടറിനോട് ചേർന്നായിരിക്കണം. എന്തെന്നാൽ അത് പവറിന്റെ റെസിസ്റ്റൻസ് കാരണമുണ്ടാക്കുന്ന കറണ്ട് ലോസ് കുറയ്ക്കുവാൻ സഹായിക്കും. സ്റ്റെപ്പ് 5. 1.5 mm സ്ക്വയർ വയറുമായി ഇൻവെർട്ടറിൽ വയറിംഗ് കണക്ഷൻ നൽകുക. സ്റ്റെപ്പ് 6. മെയിൻ സപ്ലൈയിൽ നിന്നും 3 പിൻ
3 പിൻ ഔട്ട്പുട്ട് സോക്കറ്റ് കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, അതായത് റെഡ് വയർ, ഇൻവെർട്ടറിൽ പോസിറ്റീവ് ടെർമിനലിന് നൽകിയിട്ടുള്ള സ്ഥലത്ത് കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 8. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, അതായത് ബ്ലാക്ക് വയർ, ഇൻവെർട്ടറിൽ നെഗറ്റീവ് ടെർമിനലിന് നൽകിയിട്ടുള്ള സ്ഥലത്ത് കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ ടെർമിനൽസ് ഇൻവെർട്ടറുമായി കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഓട്ടോ വയറുകൾ ഉപയോഗിക്കുക. 3x20 അല്ലെങ്കിൽ 7x20 വയറുകൾ ഉപയോഗിക്കരുത്. കൂടാതെ ബാറ്ററി പൂർണ്ണമായും ചാർജ്ഡ് ആണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 9. ടെർമിനൽ കൊറോഷൻ കുറയ്ക്കുവാനായി ബാറ്ററി ടെർമിനൽ ഗ്രീസ് അല്ലെങ്കിൽ വാസലിൻ പുരട്ടുക. സ്റ്റെപ്പ് 10. കണക്ഷൻ പൂർത്തിയാക്കുക. ഇൻവെർട്ടർ ഔട്ട്പുട്ട് സോക്കറ്റിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് അത് ലോഡിന് പവർ നൽകുവാനായി ഉപയോഗിക്കുക. ഇൻവെർട്ടർ ഔട്ട്പുട്ട് ലോഡുമായി കണക്ട് ചെയ്യുന്നതിന് 1x18 വയർ മാത്രം ഉപയോഗിക്കുക. 3x20 അല്ലെങ്കിൽ 7x20 വയർ ഉപയോഗിക്കരുത്. സ്റ്റെപ്പ് 11. ഇൻവെർട്ടർ ഔട്ട്പുട്ട് സോക്കറ്റിന്റെ ഫേസ് ഔട്ട്പുട്ട് പിൻ കൊണ്ട് വാൾ പാനലിൽ ഓൺ ഓഫ് സ്വിച്ച് കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 12. ഇൻവെർട്ടർ ഔട്ട്പുട്ടിന്റെയും മെയിൻസ് AC സപ്ലൈയുടെയും ഒരു കോമൺ ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 13. സ്വിച്ചുകളിലേക്ക് ഇൻവെർട്ടർ ഔട്ട്പുട്ട് സോക്കറ്റിൽ നിന്ന് ഫേസ് ലൈനിനായി ഒരു വയർ മാത്രം കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 14. ഒരു ബൾബ്, ഒരു ഫാൻ, 2 പിൻ സോക്കറ്റ് എന്നിവ മാത്രം ഇൻവെർട്ടർ ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ നൽകുക. സ്റ്റെപ്പ് 15. മുറിയിലെ മറ്റ് ഡിവൈസുകളായ ട്യൂബ് ലൈറ്റ്, ഫാൻ, 3 പിൻ സോക്കറ്റ് എന്നിവ നേരിട്ട് മെയിൻസ് AC ലൈനുമായി കണക്ട് ചെയ്യുക. ലോ വോൾട്ടേജ് ലോഡ് പവർ ഓഫ് സമയത്ത് കേവലം 2 പിൻ സോക്കറ്റിൽ കണക്ട് ചെയ്യണം. ഈ സോക്കറ്റുമായി ഹെവി ലോഡ് കണക്ട് ചെയ്യരുത്. ഉദാഹരണത്തിന് ഹീറ്റർ, ഗീസർ, HP റേറ്റിംഗിലുള്ള മോട്ടോറുകൾ മുതലായവ. സ്റ്റെപ്പ് 16. പവർ ഓഫിന്റെയും പവർ തിരിച്ചു വരുന്നതിന്റെയും സമയത്ത് ഇൻവെർട്ടറിന്റെ പ്രവർത്തനം പരിശോധിക്കുക. മെയിൻ സപ്ലൈ ഓൺ ആണെങ്കിൽ ഇൻവെർട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ലോഡിന് മെയിൻ AC സപ്ലൈ ലഭിക്കും. പിന്നെ മെയിൻസ് AC സപ്ലൈയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് ഡിവൈസുകൾ മെയിൻ സപ്ലൈയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പവർ ഷട്ട് ഡൌണിന്റെ സമയത്ത് നേരിട്ട് മെയിൻസ് ACയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡിവൈസ് പ്രവർത്തിക്കുന്നതിൽ നിന്ന് പോകും. ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡിവൈസ് ഇൻവെർട്ടർ ഔട്ട്പുട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മെയിൻസ് AC സപ്ലൈ തിരികെ വരുമ്പോൾ ഇൻവെർട്ടർ വീണ്ടും ലോഡിനെ അതിന്റെ ഔട്ട്പുട്ടുമായി കണക്ട് ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻവെർട്ടറിന്റെ ശരിയായ റേറ്റിംഗ് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഇൻവെർട്ടറിന്റെയും ബാറ്ററിയുടെയും കപ്പാസിറ്റി, ബാറ്ററി ബാക്കപ്പ് ടൈം കണക്കാക്കുക. ഗാർഹിക വയറിംഗുമായി ബന്ധിപ്പിക്കുന്നതിന് ബാറ്ററി സഹിതം ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. സപ്ലൈ മെയിൻസിലെ